ചൊറിയൻ പുഴുക്കൾ ഫുഡിക്കൊക്കെ വീണ് ഞങ്ങൾ സമീർ ഒരു നിമിഷം. ഇപ്പോൾ തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കുറുക്കോളി മൊയ്തീൻ MLA, ഇവിടെ BP അങ്ങാടിയിലെ ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പെൺകുട്ടികൾ സമാനതകളില്ലാത്ത ഒരു സമരം, ഗതികേടിന്റെ അങ്ങേയറ്റത്തുനിന്ന് ഒരു സമരത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. താങ്കൾ അത് ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു. എന്താണ് അവിടെ ചെയ്യാൻ കഴിയുന്നത്? വളരെ കുട്ടികളുടെ പ്രതിഷേധം വളരെ അർത്ഥവത്താണ്. അടിസ്ഥാന സൗകര്യം വളരെ പരിമിതമാണ് അവിടെ. പെൺകുട്ടികളുടെ ഒരു സ്കൂൾ എന്ന നിലയ്ക്ക് ധാരാളം സൗകര്യങ്ങൾ അവിടെ ലഭ്യമാകേണ്ടതുണ്ട്. അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറെ ഞാൻ കഴിഞ്ഞ 4 ദിവസം മുമ്പ് കാണുകയും ജില്ലാ പഞ്ചായത്തിൽ നിന്ന് മെയിൻ്റനൻസിനും മറ്റു സംവിധാനത്തിനും വർഷങ്ങളായി കിട്ടുന്ന പണം മറ്റെവിടെയാണ് ഇതിനകം കൊടുത്തത്, അത് ഈ പ്രാവശ്യം ആ സ്കൂളിന് തന്നെ കൊടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചെയ്യാമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ബിൽഡിംഗ് 3,90,00,000 രൂപയുടെ ഒരു ബിൽഡിംഗ് പാസ്സാക്കി എടുത്തിട്ടുണ്ട്. അവർക്ക് അടിസ്ഥാന സൗകര്യം പല വിഷയങ്ങളിലും കുറവാണ് അവിടെ ഉള്ളത്. ക്ലാസ് റൂമുകളില്ല. ഇപ്പൊ അഡീഷണൽ ബാച്ച് 2 കിട്ടിയെങ്കിലും അത് തുടങ്ങാനുള്ള ക്ലാസ് റൂം പോലും ഇല്ല. ഒരു ബഹുമാനനായ ഒരു വ്യക്തി 50 ലക്ഷം രൂപ അവിടെ ക്ലാസ് റൂം ഉണ്ടാക്കാൻ വേണ്ടി അവരെ സ്വന്തം നിലക്ക് താല്പര്യമെടുത്ത് സംഭാവന കൊടുത്തിട്ടുണ്ട്. അതിന്റെ തറക്കല്ലിടൽ കർമ്മം കഴിഞ്ഞ ആഴ്ച നടന്നു. അത് 6 മാസം കൊണ്ട് ബിൽഡിങ്ങിന്റെ പണി പൂർത്തിയാക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഘട്ടം ഘട്ടമായി അവിടെ ഈ പരിമിതികൾക്ക് തരണം ചെയ്യാൻ, അതിൽ നിന്ന് ഉയർന്നു വരാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. അതുകൊണ്ട് ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒക്കെ ഇടപെട്ട്. ഒരു കാര്യം കൂടി, താങ്കൾ തന്നെ കഴിഞ്ഞ ദിവസം അവിടെ ഒരു ശുചിമുറി കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ക്ലാസ് മുറിയുടെ ആയിരിക്കാം. കുട്ടികൾ പക്ഷേ പറയുന്നത് അതിന്റെ ഒന്നും നിർമ്മാണം നടക്കുന്നില്ല. ഇത്രയധികം പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസിൽ, ഒരു സ്കൂളുകളിൽ പോലുമുണ്ട് ഇത്ര കുട്ടികൾക്ക് ആനുപാതികമായി ഇത്ര ശൗചാലയം വേണമെന്ന് ദേശീയ വിദ്യാഭ്യാസ നിയമത്തിൽ തന്നെ പറയുന്നതാണ്. അങ്ങനെ ഒന്നുമുള്ള ഒരു കാര്യവും അവിടെ നടപ്പാകുന്നില്ലേ? അവർക്ക് ഒരു മതിയായ കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെ ഇത് ശ്രദ്ധിക്കാതെ പോയി എന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ ജനപ്രതിനിധിയായി വന്നതിന് ശേഷം ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് 3,90,00,000 രൂപ ആ സ്കൂളിന് കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടി അനുവദിച്ചു വാങ്ങിയിട്ടുള്ളത്. അതിനെ ലഭ്യമാക്കാൻ അതുമായി ബന്ധപ്പെട്ട നൂലാമാലകളിലൊക്കെ നടത്തി അത് പെട്ടെന്ന് ലഭ്യമാക്കാനുള്ള ശ്രമത്തിലാണ്. സർക്കാർ കാര്യങ്ങൾ മുറ പോലെ എന്ന് പറഞ്ഞതുപോലെ പലതും നീണ്ടുപോകുന്നു എന്നുള്ളത് വലിയൊരു പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. എങ്കിലും അതിനിടയിലാണ് ഒരു വ്യക്തിയുടെ 50 ലക്ഷം രൂപ ആ സ്കൂളിന് വേണ്ടി നൽകിയിട്ടുള്ളത്. അതിന്റെ പണി ഉടനെ തുടങ്ങി 6 മാസം കൊണ്ട് പൂർത്തിയാക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനിടയ്ക്ക് ഒരു വിഷയമായ ചർച്ച വേണം എന്നുള്ളത് കൊണ്ട് ഇന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷൻ 3:30 മണിക്ക് നടക്കുന്നുണ്ട്. അതോടുകൂടി ഇതിന്റെ വർക്ക് ആരംഭിക്കുന്നതാണ്. ഒരു കാര്യം കൂടി, MLA എന്ന നിലയിലുള്ള താങ്കളുടെ ഇടപെടലിനപ്പുറത്തേക്ക് പഞ്ചായത്തിന്റെയോ ജില്ലാ പഞ്ചായത്തിന്റെയോ ഒക്കെ ഭാഗത്തുനിന്ന് കൂടി ഒരു ഇടപെടൽ ഉണ്ടാവണ്ടേ? പ്രത്യേകിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ശ്രമിച്ചിട്ടുണ്ട്. അവിടുത്തെ മെമ്പർ എന്തോ ശ്രദ്ധിക്കാതെ പോയോ എന്തോന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട് ഈ പ്രാവശ്യം 10 ലക്ഷം രൂപ എല്ലാ വർഷവും ജില്ലാ പഞ്ചായത്ത് സ്കൂളുകൾക്ക് കൊടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. ഈ പ്രാവശ്യം കിട്ടുന്ന ഫണ്ട് ഈ സ്കൂളിന് കൊടുക്കണം എന്ന് ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ശരി, ഏതായാലും അവിടെ പെൺകുട്ടികൾ ഇപ്പോഴും അതാണ്ട് ഉച്ച മുതൽ അവര് അവിടെ സമരത്തിലാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് ഞാൻ ആ കുട്ടികളുടെ കൂടെയാണ്. നമുക്ക് മനം മറിക്കുന്ന ഒരു കാഴ്ചയാണ് ആ പാത്രത്തിലേക്ക് പുഴു വീഴുന്ന ദൃശ്യം, അല്ലെങ്കിൽ ആ പുഴു വീണ പാത്രമായിട്ട് ആ പെൺകുട്ടികൾ ഭക്ഷണം കഴിക്കാതെ പുറത്തു നിൽക്കുകയാണ്. താങ്കളുടെ ഒരു ഇടപെടൽ അടിയന്തരമായി അവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നിപ്പോ ഞാനിതാ 3:30 മണിക്ക് ആ മലപ്പുറത്താണ് മീറ്റിംഗ് കഴിഞ്ഞ് പുറപ്പെട്ടു. ഇന്ന് 3:30 മണിക്ക് സ്കൂളുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് ഞാൻ തന്നെ വിളിപ്പിച്ചിട്ടുണ്ട്. ശരി, ഏതായാലും ആ മീറ്റിംഗിൽ ഉണ്ടാകുന്ന തീരുമാനങ്ങൾ അതിവേഗം നടപ്പാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാ BP അങ്ങാടി സ്കൂളിലെ പെൺകുട്ടികളാണ്. അവർ അങ്ങേയറ്റ സഹി കെട്ടിട്ടാണ്, ഗതികേടിൻ്റെ അങ്ങേ അറ്റത്ത് നിന്നാണ് പെൺകുട്ടികൾ അത്രയും പേര് ഒരുമിച്ചിറങ്ങിയ ഒരു സമരം അത് വഴി തടയുന്ന സമരത്തിലേക്കൊക്കെ പോകുന്നത്. നമ്മൾ ഈ സമീപകാലത്ത് എങ്ങും സ്കൂളുകളിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സമരം കണ്ടിട്ടില്ല. അതിന് കാരണമുണ്ട്. അവരുടെ ക്ലാസ് റൂമുകളിൽ പുഴു, ഭക്ഷണത്തിൽ പുഴു വീഴുന്നു, ദേഹത്ത് പുഴു വീഴുന്നു. ഈ പരാതി പറയുമ്പോൾ അധ്യാപകരും അവരുടെ രക്ഷിതാക്കളോട് ഉൾപ്പെടുന്ന PTA പോലും മിണ്ടാതിരിക്കൂ എന്ന് അവരോട് പറയുന്നു. പിന്നീട് അവരെ ഭീഷണിപ്പെടുത്തുന്നു. നിങ്ങൾ പ്രതിഷേധിക്കരുത്, ഉച്ചവെക്കരുതെന്ന് അവരെ. PTA ഇതിനെ കുറ്റപ്പെടുത്തുന്നില്ല. കഴിഞ്ഞ കാലങ്ങളിൽ PTA എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല എന്ന് എനിക്കറിയില്ല. ഇപ്പൊ PTA ശക്തമായ ഇടപെടലുണ്ട്. അതുകൊണ്ടാണ് ഈ വ്യക്തിയുടെ 50 ലക്ഷം രൂപ പോലും ആ സ്കൂളിന് അവർ ലഭ്യമാക്കിയത്. അത് PTA കൂടി ഒരു ഇടപെടൽ കൊണ്ടാണ് ആ സ്കൂളിന് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് PTA ഇപ്പോ പുതുതായി വന്ന PTA വളരെ നന്നായിട്ട് തന്നെ ഇടപെടുന്നുണ്ട്. ഇന്നെ തന്നെ ധാരാളം ശല്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളിലേക്ക് വന്നതും ഇന്നിപ്പോ അതിന്റെ മീറ്റിംഗ് വിളിച്ചിട്ടുള്ളതൊക്കെ അതുകൊണ്ട് തന്നെയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട്. ഒരു സ്കൂളിലെ PTA-കൾക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. കഴിഞ്ഞ കാലങ്ങളിൽ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് എനിക്കറിയില്ല. ശരി, ഏതായാലും വലിയ ബുദ്ധിമുട്ട് അവിടുത്തെ കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. 6:30 വീഴ്ചയാണെങ്കിലും അവർക്ക് അവിടെ ഇരുന്ന് പഠിക്കുവാൻ, ഭക്ഷണം കഴിക്കാൻ, അല്ലെങ്കിൽ ശുചിമുറി ഉൾപ്പെടെയുള്ള പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഇല്ലാത്തൊരവസ്ഥ BP അങ്ങാടിയിലെ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലുണ്ട്. ഏതായാലും MLA അടക്കം ഇപ്പോൾ അടിയന്തരമായി ഒരു മീറ്റിംഗ് വിളിച്ചിടപെടൽ ഉറപ്പ് നൽകുന്നുണ്ട്. ഏതായാലും പെൺകുട്ടികൾ ഇപ്പോഴും അവിടെ സമരം തുടരുകയാണ്.